ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. സോ ഇന്ന് ഞാൻ യെല്ലോ ജേർണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ജേർണലിംഗ് സപ്ലൈസ് അത്രയും. ഫസ്റ്റ് തന്നെ എൻ്റെ ജേർണലിംഗ് ബുക്ക് എടുത്തു. പിന്നെ ഇതാണ് എൻ്റെ ഗം കളക്ഷൻ. അപ്പോൾ ഇതാണിപ്പോൾ ഹാഫുണ്ട്. ഇത് പുതിയത്, ഇതും പുതിയതാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ദിസ് ഫിനിഷ്ഡ് ആയെന്ന് തോന്നുന്നു, എന്നാലും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു യെല്ലോ ഹൈലൈറ്ററാണ്. യെല്ലോ തീം ജേർണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിലാണ് എൻ്റെ ജേർണൽ സപ്ലൈസ് അത്രയും ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ വീഡിയോസിലൊക്കെ എൻ്റെ ജേർണൽ സപ്ലൈസിന് ഇതിൽ നിന്നാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു യെല്ലോ തീമിൽ ഹോം മെയ്ഡ് വാഷി ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു യെല്ലോ കളർ വേറൊരു വാഷി ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് കുറച്ച് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇത് ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ ഇതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് കളറില്ല കേസ്, അതുകൊണ്ട് ഇത് ചൂസ് ചെയ്ത് കേട്ടോ. നല്ല കൂളായിട്ടുണ്ട്. പിന്നെ ഒരു പിസ്സയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എടുത്തിട്ടുള്ള ഗേൾസ് സ്റ്റിക്കേഴ്സാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. ഇത് ഗ്ലേസിങ് പേപ്പറാണ് ഇത്. അപ്പോൾ എടുക്കുക ഒരു മഞ്ഞ. അപ്പോൾ ഇത്രയും ഗേൾസ് സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ബാക്കി എല്ലാത്തിലും അത്ര യെല്ലോ ഇല്ല, ഇതിലാണ് ഇച്ചിരിക്ക് യെല്ലോ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഗ്ലേസിങ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് പേപ്പറല്ല, ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ. ഇതിന് ഇച്ചിരി തിക്നെസ് ഉണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് ജേർണൽ സപ്ലൈസ് പാറ്റേൺ പേപ്പേഴ്സാണേ. അപ്പോൾ ഗൈസ്, അതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് ഒരു യെല്ലോ ഇതാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഇത്ര യെല്ലോ തീംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ ഓരോ ജേർണൽ ചെയ്യുമ്പോഴും ഈ ഒരു ബുക്കിൽ ഞാൻ ഇന്ന് ചെയ്യുന്ന ജേർണൽ എന്താണെന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഇന്ന് യെല്ലോ തീം ജേർണൽ എഴുതിയാലോ? അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ന്യൂ പേജ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു കീറി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ രണ്ടിടത്തായിട്ടാണ് ഒട്ടിക്കുന്നത്.